ശ്രേഷ്ഠമീ രാമായണം മോക്ഷമീ രാമായണം. ഹേ രാമ രഘുരാമ ഹേ രാമ രഘുരാമ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീഹരയേ നമഃ. വിഭീഷണ ശരണാഗതി. രാവണൻ തന്നിയോഗേന വിഭീഷണൻ ദേവദേവേശ പാദാബ്ജസേവാർത്ഥമായി ശോകം വിനാ നാലമാത്യരുമായുടൻ ആകാശമാർഗെ ഗമിച്ചാൻ അതിദ്രുതം. ശ്രീരാമദേവനിരുന്നരുളുന്നതിൽ നേരെ മുകളിൽ നിന്നുച്ചസ്ഥരം അവൻ വ്യക്തവർണ്ണേന ചൊല്ലിയിടിനാൻ എത്രയും ഭക്തി വിനയ വിശുദ്ധ മതിസ്ഫുടം. രാമ രമാരമണ ത്രിലോകീപദേ സ്വാമിൻ ജയ ജയ നാഥ ജയ ജയ രാജീവനേത്ര മുകുന്ദ ജയ ജയ രാജശിഖാമണി സീതാപദേ ജയ. രാവണൻ തന്നെ സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിടകൊണ്ടേൻ ദയാനിധേ ആംനായ മൂർത്തേ രഘുപദേ ശ്രീപദേ നാംനാ വിഭീഷണൻ ത്വൽ ഭക്തസേവകൻ. ദേവിയെ കട്ടതനുചിതം നീയെന്നു രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിനേൻ. ദേവിയെ ശ്രീരാമനായി കൊണ്ടു നൽകുകെന്നാവോളമേറ്റം പറഞ്ഞേൻ പലതരം. വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചത് അജ്ഞാനിയാകയാൽ ഏറ്റതില്ലേതുമേ പഥ്യമായുള്ളതു ചൊല്ലിയതേറ്റം അപഥ്യമായി വന്നിതവന്നു വിധിവശാൽ. വാളുമായി എന്നെ വധിപ്പാൻ അടുത്തത് കാളഭുജംഗ വേഗേന ലങ്കേശ്വരം. മൃത്യുഭയത്താൽ അടിയനും എത്രയും ചിത്താകുലതയാ പാഞ്ഞു പാഞ്ഞിങ്ങിഹ. നാലമാത്യന്മാരുമായി വിടകൊണ്ടന ആലംബനം മറ്റെനിക്കില്ല ദൈവമേ. ജന്മമരണ മോക്ഷാർത്ഥം ഭവിച്ചരണാംബുജം മേ ശരണം കരുണാംബുദേ. ഇത്തം വിഭീഷണ വാക്യങ്ങൾ കേട്ടവൾ ഉത്തായ സുഗ്രീവനും പറഞ്ഞിടിന വിശേഷ രാക്ഷസൻ മായാവി എത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം. പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നെ സോദരൻ വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്ന നാമാത്യരും മായാവിശാരദന്മാരെന്നു നിർണയം. ഛിദ്രം കുറഞ്ഞൊന്നു കാൺകിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ. ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹന്തവ്യനെന്നിൽ അവനില്ലൊരു സംശയം. ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്ന ഉത്തമമാകുന്നതെന്തോർക്കണമേ. ചിന്തിച്ചു കണ്ടിനി നിന്തിരി ഉള്ളത്തിൽ എന്തൊന്ന് അഭിമതമെന്നരുൾ ചെയ്യണം. മറ്റുള്ള വാനര വീരരും ചിന്തിച്ചു കുറ്റം വരായ്വാൻ പറഞ്ഞാർ പലതരം. അന്നേരമുത്തായവം വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണൻ ഉത്തമനെത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കതെന്നെന്നുടെ മതം. നക്തഞ്ജനാന്വയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളെ വരുമെന്നു വന്നിടുമോ. നല്ലവരുണ്ടാ അവരിലുമെന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ. ജാതിനാമാദികൾക്കല്ല ഗുണഗണം ഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്ക് ആശ്രിത രക്ഷണമെന്നു ശാസ്ത്രോക്തിയം. ഇത്തം പലരും പലവിധം ചെന്നവ ചിത്തേ ധരിച്ചരുൾ ചെയ്തു രഘുപതി. മാരുതി ചൊന്നതുപപന്നമെത്രയും വീരഭാകര പുത്രാവരികടോ. ഞാൻ പറയുന്നതു കേൾപ്പിനെല്ലാവരും ജാമ്പവാദാദി നീതിജ്ഞവരന്മാരെ ഉർവീശനാലായ അവൻ ആശ്രിതന്മാരെ സർവശോ
അശ്വപാചാനബി രക്ഷയാഞ്ഞാലവൻ ബ്രഹ്മ കേവലം രക്ഷിതാവ അശ്വമേധം ചെയ്ത പുണ്യവാൻ എന്നു ചൊല്ലുന്നത് വേദശാസ്ത്രങ്ങളിൽ. പുണ്യപാപങ്ങൾ അറിയരുതേതുമേ മുന്നമൊരു കബോധം നിജപേടയോടൊന്നിച്ചൊരു വനം തന്നിൽ വീടിനാൻ ഉന്നതമായൊരു പാദഭാഗ്രേ തഥാ ചെന്നൊരു കാട്ടാളനെയ്തു കൊന്നീടിനാൻ തന്നെ പക്ഷിണിയെ സുരതാന്തരേ വന്നൊരു ദുഃഖം പൊറാഞ്ഞു കരഞ്ഞവൻ തന്നെ മറന്നിരുന്നിടും ദശാന്തരേ വന്നിതു കാറ്റും മഴയും ദിനേശനും ചെന്നു ചരമാബ്ദി തന്നിൽ മറഞ്ഞിതു ഖിന്നനായി വന്നു വിശന്നു കിരാതനും താനിരിക്കുന്ന വൃക്ഷത്തിൽ മുരടതിൽ ദീനതയോടു നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്നു കബോധവും കൊണ്ടുവന്നാശു കൊടുത്തിതു വഹിനിയും തന്നെ കയ്യിലിരുന്ന കബോധിയെ വൈനിയിലിട്ടു ചുട്ടാശു നിന്നിടിനാം വഹിനിയിൽ ഇട്ടു ചുട്ടാശു തിന്നിടിനാൻ എന്നതു കൊണ്ടു വിശപ്പടങ്ങിടാഞ്ഞു പിന്നെയും പീഡിച്ചിരിക്കും കിരാതന്നു തന്നെ ദേഹവും നൽകിനാൻ അമ്പോടു വഹിനിയിൽ വീണു കിരാതാശനാർത്ഥമായി അത്ര പോലും വേണം ആശ്രിത രക്ഷണം മർത്യനെന്നാലോ പറയേണ്ടതില്ലല്ലോ എന്നെ ശരണമെന്നോർത്തിങ്ങു വന്നവൻ എന്നു അഭയം കൊടുക്കും അതേയുള്ളൂ പിന്നെ വിശേഷിച്ചുമൊന്നു കേട്ടിടുവിൽ എന്നെ ചതിപ്പതിനാരുമില്ലെങ്ങുമേ ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമിഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാൻ ഒട്ടുമേ ദണ്ഡം എനിക്കില്ല നിശ്ചയം പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുതാ വന്നിടുവാൻ ചൊല്ലവനെ മടിയാതെ വിഗ്രിയായി ഏതും ഇത് ചൊല്ലി മാനസേ സുഗ്രീവ നീ ചൊന്നവനെ വരുത്തുക എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനമെന്നു മറിക നീ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണം തന്നെ വരുത്തിനാർ ശ്രീരാമപാദാന്തികെ വീണു സാഷ്ടാംഗമാരൂഢമോദം നമസ്കരിച്ചിടിനാൻ രാമം വിശാലാക്ഷമിന്ദീവരദള ശ്യാമളം കോമളം ബാണധനുർധരം സോമബിംബാഭ പ്രസന്നാമുഖാംബുജം കാമദം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണം ശാന്തം ശരണ്യം വരേണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി മുഖ്യ കവികുല സേവിതം രാഘവം കണ്ടുകൂപ്പിത്തൊഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചിടിനാൻ. വിഭീഷണ സ്തുതി. ശ്രീരാമ സീതാ മനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസ വംശവിനാശന ശ്രീരാമ പാദാംബുജം നമസ്തേ സദാ ചണ്ഡാംശഗോത്രോത്ഭവായ നമോ നമ ചണ്ഡഗോദണ്ഡധരായ നമോ നമ പണ്ഡിത ഉത്പുണ്ഡരീക ചണ്ഡാംശവേ ഖണ്ഡപരശുപ്രിയായ നമോ നമ രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്തവേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമ വിശ്വോത്ഭവ സ്ഥിതി സംഹാരഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമ നിത്യമനാദി ഗൃഹസ്ഥായ ദേ നമോ നിത്യായ സത്യായ ശുദ്ധായ ദേ നമ ഭക്തപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ ദേ നമ വിശേഷനാം നിന്തിരുവടി താനല്ലോ വിശ്വോത്ഭവസ്ഥിതി സംഹാര കാരണം സന്തതം ജംഗമാഭൂതങ്ങൾ അന്തർബഹിർവ്യാപ്തനാകുന്നതും ഭവാൻ നിൻ മഹാമായയാ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മജ്ഞാനിനാം തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങളും ഉണ്ടായി വരുന്നിതും അത്ര നാളേക്കും ജഗത്തൊക്കവേ ബലാൽ സത്യമായി തോന്നും അതിനില്ല സംശയം എത്ര നാളേക്കറിയാതെ ഇരിക്കുന്നതിൽ അദ്വയമാം പരബ്രഹ്മം സനാതനം പുത്രധാരാദി വിഷയങ്ങളിൽ അതിശക്തി കലർന്നു രമിക്കുന്നിതന്വഹം ആത്മാവിനെ അറിയായികയാൽ നിർണയം ആത്മനീ കാണേണ ആത്മനാം ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗം ഒക്കെയും ഓർത്താലൊടുക്കുമാനാത്മനാം ആദികാലേ സുഖമെന്നു തോന്നിക്കുമാതേതും വിവേകമില്ലാതവർ മാനസേ ഇന്ദ്രാഗ്നിധർമ്മരക്ഷോ വരുണ നില
ചന്ദ്രരുദ്രാജാഹിപാദികളൊക്കെയും ചിന്തിക്കിലോ നിന്തിരുവടി നിർണയ അന്തവും ആദിയുമില്ലാതെ ദൈവമേ കാലസ്വരൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വെച്ച് അതിസ്ഥൂലനും ഭവാൻ നൂനാമണുവിങ്കൽ നിന്നണിയാൻ ഭവാൻ മാനമില്ലാതെ മഹത്വത്വവും ഭവാൻ സർവലോകാനാം പിതാവായതും ഭവാൻ സർവലോകേശ മാതാവായതും ഭവാൻ സർവദാ സർവദാതാവായതും ഭവാൻ ദർവീകരേന്ദ്ര ശയന ദയാനിധേ ആദിമധ്യാന്തവിഹീനൻ പരിപൂർണാധാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ അച്യുതൻ അവ്യയൻ അവ്യക്തൻ അദ്വയൻ സച്ചിത് പുരുഷൻ പുരുഷോത്തമൻ പരൻ നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ നിരുപാശ്രയൻ ശാശ്വതൻ ഷഡ്ഭാവഹീനൻ പ്രകൃതി പരൻ പുമാൻ സൽഭാവയുക്തൻ സനാതനൻ സർവകം മായാ മനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധുകൈടഭാന്തകൻ ജ്ഞാനിഹാ ത്വൽപാദ ഭക്തി നീ ശ്രേണിയെ സാനന്ദമാശു സംപ്രാപ്യ രഘുപദേ ജ്ഞാനയോഗാക്യ സൗതങ്കരേറിയിടുവാൻ മാനസേ കാമിച്ചു വന്നേൻ ജഗത്പദേ സീതാപദേ രാമകാരുണികോത്തമ യാതുധനാന്തകാരാവണാരേ ഹരേ പാദാംബുജം നമസ്തേ ഭവസാഗരഭീതന എന്നെ രക്ഷിച്ചു കൊള്ളേണമേ ഭക്തിപരവശനായി സുതിച്ചീടിന ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘൂത്തമൻ ഭക്തപ്രിയൻ പരമാനന്ദം ഉൾക്കൊണ്ടു മുഗ്ധസ്മിത പൂർവമേവമരുൾ ചെയ്തു ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനൈക തൽപരം ഒട്ടുമേ താപമൊരുത്തൻ എന്നെ കണ്ടു കിട്ടിയാൽ പിന്നെ ഉണ്ടാകയില്ല ഓർക്ക നീ രാമവാക്യാമൃതം കേട്ടു വിഭീഷണൻ ആമോദം ഉൾക്കൊണ്ടുണർത്തി ചരുളിനാം ധന്യനായേൻ കൃതകൃത്യനായേനഹം ധന്യാകൃതേ കാമനായേനഹം ത്വൽപാദ പത്മാവലോകനം കൊണ്ടു ഞാൻ ഇപ്പോൾ വിമുക്തനായേനില്ല സംശയം മത്സമനായൊരു ധന്യനെല്ലൂഴിയിൽ മത്സമനായൊരു ശുദ്ധനുമില്ല ഹോ മത്സമനായി മറ്റൊരുവനുമില്ലിഹ ത്വൽസ്വരൂപം മമ കാണായ കാരണാൽ കർമ്മബന്ധങ്ങൾ നശിപ്പതിനായി നീ നിർമ്മലമ ഭവജ്ഞാനവും ഭക്തിയും ത്വധ്യാന സൂക്ഷ്മവും ദേഹിമേ രാഘവ ചിത്തേ വിഷയ സുഖാശയലേതുമേ ത്വൽപാദ പങ്കജ ഭക്തിരേ വാസ്തുമേ നിത്യം വിളക്കമൊഴിഞ്ഞു കൃപാനിധേ ഇത്തമാ കർണ സംപ്രീതനാം രാഘവൻ നക്തഞ്ജനാധിപൻ തന്നോടരുൾ ചെയ്തു നിത്യം വിഷയവിരക്തരായി ശാന്തരായി ഭക്തി വളർന്നിത് ശുദ്ധമതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ ഞാനിരിപ്പൂ മമ സീതയുമായി മുതാ ആകയാൽ എന്നെയും ധ്യാനിച്ചു സന്തതം വാഴ്ക നീ എന്നാൽ നിനക്കു മോക്ഷം വരും അത്രയുമല്ല നിന്നാൽ കൃതമായൊരു ഭക്തീകര സ്തോത്രം അത്യന്ത ശുദ്ധനായി നിത്യവും ചൊൽകയും കേൾക്കയും ചെയ്കിലും മുക്തി വരുമതിനില്ലൊരു സംശയം ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു ഭക്തപ്രിയൻ അരുൾ ചെയ്തിതു സാദരം വിഭീഷണാഭിഷേകം എന്നെ കനിവോട് കണ്ടതിൻ്റെ ഫലം ഇന്നു തന്നെ വരുത്തേണം അതിനു നീ ലങ്കാധിപനവൻ എന്ന അഭിഷേകവും ശങ്കാവിഹീനമൻപോട് ചെയ്തിടുക സാഗരവാരിയും കൊണ്ടുവന്നിടുക ശാഖാമൃഗാധിപന്മാരുമായി സത്വരം അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ജഗത്തിങ്കലുള്ളിവൻ വാഴ്കലങ്ക രാജമേവന്റെ മമ ആജ്ഞയ ഭഗവതോത്തമനായ വിഭീഷണൻ പങ്കജനേത്രവാക്യം കേട്ടു ലക്ഷ്മണൻ ലങ്കാപുരാധിപത്യാർത്ഥമേ അഭിഷേക അൻപോട് വാദ്യഘോഷേണ ചെയ്തിടിനാൻ വമ്പരാം വാനരാധീശ്വരന്മാരുമായി സാധുവാദേന മുഴങ്ങി ജഗത്രയം സാധുജനങ്ങളും പ്രീതി പൂണ്ടിടിന ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആദി വേറിട്ടു ചെയ്തിടിനാൻ ആദരാൽ അപ്സര സ്ത്രീകളും നൃത്തഗീതങ്ങളാൽ അപ്പുരുഷോത്തമനെ ഭജിച്ചിടിനാർ ഗന്ധർവ കിന്നര കിം പുരുഷന്മാരും അന്തർമുദാസിദ്ധ വിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി തുതിച്ചിതോ ഭേരിനീനാഥം മുഴുക്കിനാരും വരും പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ചൊല്ലിനാൻ പാരേഴു രണ്ടിനും നാഥനായി വാഴുമേ ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ രാവണ നിഗ്രഹത്തിനു സഹായവും ആവോളമാശു ചെയ്യണം ഭവാനിനി കേവലം ഞങ്ങളും മുന്നടക്കുന്നുണ്ട് സേവയാ സിദ്ധിക്കുമേറ്റമനുഗ്രഹം സുഗ്രീവവാക്യമാകർണ വിഭീഷണൻ അഗ്രേ ചിരിച്ചവനോട് ചൊല്ലിയിടിനാൻ സാക്ഷാൽ ജഗന്മയന അഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ എന്തു സഹായേന കാര്യം അവിടേക്കു ബന്ധുശത്രുക്കൾ എന്നുള്ളതുമില്ല കേൾ ഗൂഢസ്ഥനാനന്ദപൂർണനേകാത്മകൻ കൂടസ്ഥനാശ്രയം മറ്റാരുമില്ലടോ മൂഢത്തമത്ര നമുക്ക് തോന്നുന്നതും ഗൂഢത്രിഗുണഭാവേന മായാബലാൽ
തദ്വാസന്മാരൊക്കെ നാം എന്നറിഞ്ഞു നീ അദ്വയഭാവേന സേവിച്ചു കൊള്ളുക നാം. ഭക്തഞ്ചര പ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാം ഭാനുജനും തെളിഞ്ഞിടിനാൻ. ശുഗബന്ധനം. രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുഗനാം നിശാചരൻ പുഷ്കരെ നിന്ന് വിളിച്ചു ചൊല്ലിയിടിനാൻ മർക്കട രാജന സുഗ്രീവനോടിതം. രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്ക നീ ഭാസ്കര സൂനോപരാക്രമ വാരിധേ ഭാനുതനേന ഭാഗതേയാംബുദേ വാനരരാജ മഹാകുല സംഭവ ആതിഥേയേന്ദ്ര സുധാനുജനാകയാൽ ഭ്രാതൃസമാനൻ ഭവാൻ മമ നിർണയം. നിന്നോട് വൈരം എനിക്കേതുമില്ല, മറ്റെന്നിൽ വിരോധം ഇല്ലേതുമേ. രാജകുമാരനാൻ രാമഭാര്യാമഹം വ്യാജേന പോന്നുവേൻ അതിനെന്തോമിതേ. മർക്കട സേനയോടും അതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്ക് പോയിക്കൊള്ളുക നീ. ദേവാദികളാൽ അപ്രാപ്യമായൊന്നു കേവലമെന്നുടെ ലങ്കാപുരമിടോ. അല്പസാരന്മാർ മനുഷ്യരും എത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തോന്നു കാട്ടുന്നതെന്നോടിവിടെ വന്നന്ധകാരം നിനച്ചിടായക നീ വൃത. ഇത്തം ശുഗോക്തികൾ കേട്ടു കപികുല ഉത്തായ ചാടിപ്പിടിച്ചാൽ അതിദ്രുതം മുഷ്ടിപ്രഹരങ്ങളറ്റു ശുഗൻ അതിക്ലിഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ കാരുണ്യവാരിതേ രാമനാഥ പരിത്രാഹി രഘുപതേ. ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ, നാഥ ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ. വാനരന്മാരെ നിവാരണം ചെയ്കാശോ മാനവ വീരാഹദോഹം പ്രവാഹിമാം. ഇത്തം സുഖപരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാൻ. അന്നേരമാനന്ദം ഉൾക്കൊണ്ടുയർന്നു ശുഗൻ തഥാ ചൊല്ലിനാൻ സുഗ്രീവനോട് ഞാൻ എന്തൊന്നു ചൊല്ലേണ്ടതങ്ങു ദശഗ്രീവനോടതു ചൊല്ലിവിടുകെന്നതോ കേട്ടു സുഗ്രീവനും ചൊല്ലിനാനാശു ശുഗനോട് സത്തരം. ചൊല്ലുള്ള ബാലിയെ പോലെ ഭവാനെയും കൊല്ലണമാശു സുപുത്ര ബാലാന്യതം. ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടിടിന ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകേണം എനിക്ക് കിഷ്കിന്ധയ്ക്കു രണ്ടില്ലതിന്നെന്നു ചെന്നു ചൊല്ലിയിടും നീ. അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞള അർക്കന്നയോത്ഭവൻ താനും അരുൾ ചെയ്തു വാനരന്മാരെ ശുഗനെ ബന്ധിച്ചു കൊണ്ടൂനമൊഴിഞ്ഞിങ്ങു കാത്തുകൊണ്ടിടുവിൻ ഞാനുര ചെയ്തേ അയക്കാവിനെന്നതും ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ. വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ടു കാത്തുകൊണ്ടിടിനാർ. ശാർദൂല വിക്രമം പൂണ്ട കപിബലം ശാർദൂലനായ നിശാചരൻ വന്നു കണ്ടാർത്തനായി രാവണനോട് ചൊല്ലിയിടിനാൻ. വാർത്തകളുള്ള വണ്ണം അതു കേട്ടോരു രാത്രിഞ്ജലീശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താന്വിതം ചേർത്ത ഖേദത്തോട് ദീർഘമായ ഏറ്റവും വീർത്തുപായങ്ങൾ കാണാനിരുന്നീടിനാൽ. സേതുബന്ധനം. തൽക്കാലം അർക്ക കുലോത്ഭവൻ രാഘവൻ അർക്കാത്മജാതി കവി വരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാവരുമായി എന്നരുൾ ചെയ്തതോ കേട്ടവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരനായൊരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്നതു തോന്നിയതെങ്ങനെ തന്നെ എന്നർണവ തീരെ കിഴക്കു നോക്കി തൊഴുതർണജലോചനാകിയ രാഘവൻ ദർഭ വിരിച്ചു നമസ്കരിച്ചിടിനാൻ. അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ട് എത്രയും 3 അഹോരാത്രം ഉപാസിച്ചതിങ്ങനെ 3 ലോകത്തിനൊന്നാഥനാം ഈശ്വരം ഏതുമിളകീല വാരിധിയും അതിക്രോധേന രക്താന്തനേത്രനാൻ നാഥനും കൊണ്ടുവാചാപബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമാചര വിക്രമം ഇന്നു പെരുവഴി വീഴുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ മുന്നം മതീയ പൂർവന്മാർ വളർത്തതു ഇന്നു ഞാനല്ലിതാ ഒക്കുവാൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്നിയെ വാഴുകയിൽ എന്നുമേ നഷ്ടമാക്കിയിടുവാൻ വെള്ളം കപികുലാം പുഷ്ടമോദൻ ബാധചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലച്ചാർണവത്തോടരുൾ ചെയ്തു രഘുവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലീമുഖ വിക്രമം ഭസ്മമാക്കിയിടുവാൻ വാരാനിധിയെ ഞാൻ. വിസ്മയം എല്ലാവരും കണ്ടു നിൽക്കണം. ഇത്തം രഘുവരൻ വാക്കു കേട്ട അന്നേരം പൃഥ്വിരുഹങ്ങളും കാനനാജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതു. മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ദിയും ശോഭിച്ച മട്ടിൽ കവിഞ്ഞു വന്നുത്തംഗമായ തരാംഗവലിയോടും ത്രസ്തങ്ങളായി പരിതപ്തങ്ങളാൽ വന്നിത് അത്യുഗ്ര നക്ര തിമിജ്ജാദ്യങ്ങളും അത്യുഗ്ര നക്രതി തിമിജ്ജാദ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടു അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി 10 ദിക്കും നിറഞ്ഞൊരു കാന്ത്യ നിജഹസ്തങ്ങളിൽ പരിഗൃഹ്യ രത്നങ്ങളും വസ്ത്രസ്ഥനായി രാമപാദാന്തികി വെച്ചു സത്രവന്തണ്ട നമസ്കാരവും ചെയ്തു.
രക്താന്തലോചനാകിയ രാമനെ ഭക്തിയാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. ത്രാഹിമാൻ ത്രാഹിമാൻ ത്രൈലോക്യപാലക, ത്രാഹിമാൻ ത്രാഹിമാൻ വിഷ്ണു ജഗൽപദേ, ത്രാഹിമാൻ ത്രാഹിമാൻ ബൗലസ്ത്യനാശന, ത്രാഹിമാൻ ത്രാഹിമാൻ രാമ രമാപദേ. ആദികാലേ തവാമായ ഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം. സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചതേറ്റം ജഡസ്വഭാവങ്ങളായി. കഷ്ടമതാർക്കോ നീക്കാവൂ തവ മതം, പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചത്. മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തെ അന്യതാകർത്തുമാരുള്ളതു ശക്തരായി. താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ. താമസമല്ലോ ജഡത്വമാകുന്നത്, കാമലോപാധികളും താമസ ഗുണം. മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവനായി ചമഞ്ഞു ഭവാൻ. കാരണപുരുഷനായി ഗുണാത്മാവുമായി അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നരായതു ദേവാദികൾ. തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ. തദ്രജോ ഭൂതങ്ങളായി പ്രജേശാദികൾ. തത്വമോത്ഭൂതനായി ഭൂതപതിനാപതിതാനും ഉത്തമ പുരുഷ രാമാദയാനിധേ. മായാച്ഛന്നനായി ലീലാമനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ട നാരദം. നിർഗുണനായി സദാ ചിദഗ്നായി ഒരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷതനാ നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാൻ അങ്ങനെ അറിഞ്ഞിടുന്നു. മൂർഖജനങ്ങൾക്കു സന്മാർഗ പ്രാപകൾ ഓർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും. ദുഷ്ടപശൂനായതാലകുടന്തത ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശാം. ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപുരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം. ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ. രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം. രാമലങ്കാമാർഗമാശു ദദാമി ദേ. ഇത്തം വണങ്ങി സുതിച്ച വരുണനോടുത്തമ പുരുഷൻ താനും അരുൾ ചെയ്തു. ബാണം മതീയ മമോഘമതിന്നിഹ. വേണാമൊരു ലക്ഷ്യമെന്തതിനുള്ളതും വാട്ടമില്ലാതൊരു ലക്ഷ്യം അതിനു നീ കാട്ടിത്തരേണം എനിക്കു വാരാനിധേ. അർണവനാഥനം ചൊല്ലിനാൻ അന്നേര അന്യൂനകാരുണ്യ സിന്ധോ ജഗത്പദേ. ഉത്തരസ്യാന്തിശി മത്തീരഭൂതലേ ചിത്രദ്രുമാകുല്യ ദേശം സുഭിക്ഷതാം. തത്ര പാപാത്മാക്കളുണ്ടു നിശാചരരെത്രയും ഭാരം ഉപദ്രവിച്ചിടുവർ. വേഗാലവിടേക്കൈക്യ ബാണം തവ ലോകോപകാരകമായതു നിർണയം. രാമനും ബാണമയച്ചാനതു നേരം ആമയം തേടിയിടും ഭീരമണ്ഡലം. എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു മെല്ലവേ തൂണീരവും ബുക്കിദാതരാൽ. ആ വീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം. തഥാ തൽക്കുലാദേശവും അന്നു തൊട്ടെത്രയും മുഖ്യ ജനപദമായി വന്നിതെപ്പോഴും. സാഗരം ചൊല്ലിനാൻ സാദരം അന്നേരമാകുലമെന്നിയേ മജ്ജലേ സത്വരം. സേതുബന്ധിക്ക നളനാംഗബീവരൻ ഏതും അവനൊരു ദണ്ഡമുണ്ടായി വരാ. വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശില്പാക്രിയ തൽപരാൻ എത്രയും. വിശ്വദുരിതാപഹാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കുമെന്ന് പറഞ്ഞു തൊഴുതുടൻ അബ്ദിയും മെല്ലെ മറഞ്ഞരുളിയിടിന. സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടൻ ആജ്ഞയെ ചെയ്തിതോ സേതുബന്ധ സംബന്ധേന. തൽക്ഷണേ മർക്കട മുഖ്യനാകും നളൻ പുഷ്കര നേത്രനെ ബന്ധിച്ചു സത്വരം. പർവ്വതതുല്യ ശരീരികളാകിയ ദുർവാരവീര്യമിയെന്ന കവികളും സർവദിക്കിങ്കലും സരഭസം. പർവ്വത പാഷാണപാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങി തെരുതെരെ കുണ്ടവിഹീനം പടുത്തു തുടങ്ങിന. നേരേ ശതയോജനായതമായുടൻ നേരേശതയോജനായതമായുടൻ ഈരഞ്ചു യോജന വിസ്താരമാവണ്ണം ഇത്തം പടുത്തു തുടങ്ങും വിധൗ. രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരം വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരൻ എന്ന നാമമരുൾ ചെയ്തു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരമായി ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനൻ ഏവമരുൾ ചെയ്തു. യാതൊരു മർത്യനിവിടെ വന്നാദരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്ത്യാഭജിക്കുന്നതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദിപാപങ്ങളോട് വേർപ്പെട്ട അതിശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹാൽ. മുക്തിയും വന്നിടുമില്ലൊരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി കുണ്ടത കൈവിട്ടു വാരണാസി പൊക്കു. ഗംഗയിൽ സ്നാനവും ചെയ്തു ദ്വിജശ്രമം ഗംഗാസലിലവും കൊണ്ടുവന്നാദരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തതാ. ശ്രീമൽ സമുദ്രേ കളഞ്ഞു തൽഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യനെന്നേടു എന്നോടു സായുജ്യം വരുമതിനില്ലൊരു സംശയം എന്നരുൾ ചെയ്തിതു രാമൻ തിരുവടി. നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും
എല്ലാവരും വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോടുപടുത്തു തുടങ്ങിന വിദ്രുത മദ്രിഭാഷാണ തരുക്കളാൽ അതിനെ തീർന്നു 14 യോജന തീർന്നിരുപതു യോജന പിറ്റെന്നാൾ 3-ാം ദിനം 21 യോജന 4-ാം ദിനം 22 പോലെ 23 5-ാം ദിനം 5 നാൾ കൊണ്ട് ശതയോജനായതം ചഞ്ചലമിന്നിയെ തീർത്തോനൻ അനന്തരം സേതുവിന്മേലെ നടന്നു കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാർ മാരുതി കണ്ടേ കരേറി രഘൂത്തമൻ താരേയ കണ്ടേ സുമിത്രാതനയനും ആരുഹ്യ ചെന്നു സുബേലാചലമുകൾ ഏറിനാൻ വാനരസേനയോടും ദ്രുതം. ലങ്കാദർശനം. ലങ്കാപുര ലോകനാശയാൽ രാഘവൻ ശങ്കാവിഹീനൻ സുബേലോജലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതു ജമ്പാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം സ്വർണമയധ്വജ പ്രാകാര തോരണം പൂർണ്ണം മനോഹരം പ്രാസാദ സങ്കുലം കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുര ജാലാപരികാശദഗ്നി സമന്വിതം പ്രാസാദമൂർധിനി വിസ്തീർണദേശേ മുതാ വാസവതുല്യ പ്രഭാവേന രാവണൻ രത്നസിംഹാസേന മന്ത്രിവിസങ്കുലേ രത്നദണ്ഡാതവ ത്രൈരൂപശോഭിതേ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലതരുണിമാരെ കൊണ്ടു വീയിച്ചു നീലശൈലാഭം ദശകിരീടോജ്ജലം നീലാമേഘോപമം കണ്ടു രഘുത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോട് ചൊല്ലിനാൻ മുന്നേ നിബദ്ധനായൊരു ശുഗാസുരം തന്നെ വിരോടൈക്യമടിയാതെ ചെന്നു ദശഗ്രീവനോട് ഒന്നൊഴിയാതെ അറിക്ക വൈകാതെ എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ. രാവണ ശുഗ സംവാദം. പങ്ക്തിമുഖനും അവനോട് ചോദിച്ചാൽ എന്തു നീ വൈകുവാൻ കാരണം ചൊൽകെടോ വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച അഭിമാന വിരോധം വരുത്തിയാരോ തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിയിടോ രാത്രിഞ്ചരേന്ദ്രോക്തി കേട്ടു ശുഗൻ പരമാർത്ഥം ദശാനനോട് ചൊല്ലിയിടിനാൻ. രാക്ഷസരാജാ പ്രവരാ ജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവാൻ സിന്ധു തന്നുത്തര തീരോപരി ചെന്നൊരന്തരമിന്നിയേ ഞാൻ തവ വാക്യങ്ങൾ ചെന്ന നേരത്തവരെന്നെ പിടിച്ചിടം കൊന്നു കളവാൻ തുടങ്ങും ദശാന്തരെ രാമരാമ പ്രഭോ പാഹി പാഹീതി ഞാൻ ആമയം പൂണ്ടു കരഞ്ഞനാദം കേട്ടു ദൂതൻ അവ്യൻ അയപ്പിൻ ആദരവോടരുൾ ചെയ്തു ദയാപരൻ വാനരന്മാരും അയച്ചാരതുകൊണ്ടു ഞാനും ഭയം തീർന്നു നീളേ നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതോ മാനവീരനൊറ്റയാ സാദരം പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ ചെന്നു നീ രാവണൻ തന്നോട് ചൊല്ലുക സീതയെ നൽകിയിട് കൊന്നുകിൽ അല്ലായെങ്കിൽ ഏതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക രണ്ടിലും ഒന്നുടറി ചെയ്തു കൊള്ളണം രണ്ടും കണക്കെ എനിക്കെന്നു പറയണം എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ട് അന്ധനായി പോയി വന്നിരുന്നു കൊണ്ടു ഭവാൻ പോരും അതിനു ബലമെങ്കിൽ എന്നോട് പോരിനായി കൊണ്ടു പുറപ്പെടു കാശു നീ ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ജനങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപ്പെടുത്തെന്നുള്ളിൽ വന്നിങ്ങു പുക്കൊരു രോഷവും ആശു തീർത്തിയിടുവാം നക്തഞ്ചര കുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തൻ എന്നാകിൽ പുറപ്പെടുക കാശു നീ എന്നരുളി ചെയ്തിരുന്നരുളിയിടിനാൻ നിന്നുടെ സോദരം തന്നോടു കൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോടും ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവൻ തൻ്റെ ണാങ്കണെ കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠ പ്രഭോ കവിപുങ്കവ പാലിതം പർവ്വതസന്നിഭന്മാരായ വാനര ഉർവി കുലുങ്ങവേ ഗർജനവും ചെയ്തു സർവ്വലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർഭം കലർന്നു നിൽക്കുന്നിതു നിർഭയം സംഖ്യവുമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതാം വരനായ കുമാരനും ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക ലങ്കാപുരത്തെ നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനൻ അലറി നിൽക്കുന്നവൻ 100,000 പടയോടൻ രിപുക്കളെ നീറാക്കുവാനുഴറ്റോടി വാൽ പൊങ്ങിച്ചു കാലനും പേടിച്ചു മണ്ടും അവനോടു നീലനാ സേനാപതി വഹിനി നന്ദനൻ അങ്കദനാകുമിളയ രാജാവതി അങ്ങീതു പത്മകിഞ്ചൽ അസമപ്രഭൻ വാൽ കൊണ്ടു ഭൂമിയിൽ തച്ചുതച്ചെങ്ങനെ ബാലിതൻ നന്ദനൻ അദ്രിശൃംഗോപമൻ തൽപാർശ്വ സീമ്നി നിൽക്കുന്നതു വാദജൻ തൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയം സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുവാൻ ഉഗ്രനാശേതൻ രജത സമപ്രഭൻ രംഭൻ അങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ മൈന്ദൻ അങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ സേതുകർത്താവാൻ നളനതിന് അങ്ങേതു ബോധമേറും വിശ്വകർമാവും തന്മകൻ താരൻ പനസൻ കുമുദൻ വിനദനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും മാരുതി തൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാദി ശതബലി സാരനാ ജാമ്പവാനും വേഗദർശിയും
ഘോരൻ ഗജനും ഗവേൻ ഗവാക്ഷനും ശൂരൻ തതിമുഖൻ ജ്യോതിർമുഖൻ അതിഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകം എങ്ങനെ ചൊല്ലുന്നതും പ്രഭോ. ഇത്തരം വാനര നായകന്മാർ 67 കോടി ഉള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി 21 വെള്ളം പടയുണ്ടുള്ളതവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരേവരും. ശ്രീരാമദേവനും മാനുഷൻ അല്ലാതിനാരായണനാം പരൻ പുരുഷോത്തമൻ സീതയാകുന്നതു യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായ ധനന്ദനും ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിക വഴിപോലെ വൈരം അവരോട് സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മാനസേ. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്തമാശു ഭവിക്കുമല്ലേവനും പഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി ത്വങ്മാം സമേതോസ്തിമൂത്രമലങ്ങളാൽ സമ്മേളിത അതിദുർഗന്ധം എത്രയും ഞാൻ എന്ന ഭാവം അതിങ്കലും ഉണ്ടായി വരും. ജ്ഞാനമില്ലാതെ ജനങ്ങൾക്കതോർക്ക നീ ഹന്തജടാത്മകമായ കായത്തിങ്കൽ എന്തോരാസ്ഥ ഭവിക്കുന്നതും ധീമതാം യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയം പാദകൗഖങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ട് രോഗാദിമൂലമായി സമ്പദിക്കും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖബന്ധനം. ദേഹത്തെ ഞാൻ എന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാലാവശത്തേന ചെയ്യുന്നു. ജന്മമരണങ്ങളും അതുമൂലമായി സമൂഹിതന്മാർക്ക് വന്നു ഭവിക്കുന്നു. ശോകജരാമരണാദികൾ നീക്കുവാൻ ആകയാൽ ദേഹാഭിമാനം കളക നീ. ആത്മാവ് നിർമ്മലൻ അവ്യയൻ അദ്വയൻ ആത്മനാ കണ്ടു തെളിക നീ. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം. ആത്മാവിനെ തന്നെ ലയിക്ക നീ കേവലം. പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക. സുഖരാശ്വാദി ദേഹങ്ങളാകിലും ഭോഗം നരകാദികളിലും ഉണ്ടല്ലോ. ദേഹം വിവേകാഠ്യമായതും പ്രാപിച്ചതാഹന്ത പിന്നീത് ചത്തവും വന്നിതു കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ. നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിൽ ആഗ്രഹം. ധന്യനായുള്ളവൻ ഓർക്ക മഹാമതേ. പൗലസ്യ പുത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവാൻ ത്രൈലോക്യ സമ്മതൻ ഘോരതബോധനൻ എന്നിരേക്ക് പുനരജ്ഞാനിയെ പോലെ പിന്നെയും ഭോഗാഭിലാഷം എന്തിങ്ങനെ. ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ. രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നത് ആത്മാപരനദ്വയം. സീതയെ രാമനു കൊണ്ടക്കൊടുത്തുതൽ പാദപത്മാനുചരനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. അല്ല എങ്കിൽ ആശു കീഴ്പോട്ട് പോയി ചെല്ലും നരകത്തിലൊരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതോ. നല്ല ജനത്തോട് ചോദിച്ചു കൊள்കിടോ. രാമേതി ജപിച്ചുകൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും. സത്സംഗമത്തോട് രാമചന്ദ്രൻ ഭക്തവത്സലൻ ലോകശരണ്യം ശരണതം ദേവം മരതക കാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം സുഗ്രീവസേവിതം ലക്ഷ്മണ സംയുതം രക്ഷാനിപുണം വിഭീഷണ സേവിതം ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചു കൊൾകിലോ മുക്തി വന്നിടും അതിനില്ല സംശയം. ഇത്തം ശുഖവാക്യ അജ്ഞാനനാശനം ശ്രുത്വാദശാസനം ക്രോധതാമ്രാക്ഷനായി ദഗ്ധനായി പോകും ശുഗനെന്നു തോന്നുമാ. അത്യന്തരോഷേണ നോക്കിയുര ചെയ്താൽ വൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രപം ശിക്ഷ ചൊൽവാനെന്തു കാരണം. പണ്ടു നീ ചെയ്തോരുപകാരം ഓർക്കയാൽ ഉണ്ടുകാരുണ്യാമിനിക്കതു കൊണ്ടു ഞാൻ ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചതൻ. മുന്നിൽ നിന്നാശു മറയത്തു പോക നീ. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുപ്പാൻ ക്ഷമയും എനിക്കില്ല. എന്നുടെ മുമ്പിൽ നീ കാക്ഷണം നിൽക്കിലോ വന്നുകൂടം മരണം നിനക്കിന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം ബുക്കിരുന്നിടിനാൻ. ശ്രീഹരയേ നമഃ. പൂർവം രാമ തപോവനാനിഗമനം ഹ്രത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദാഹനം പശ്ചാത് രാവണ കുംഭകർണഹനനം ഏതദ്ധി രാമായണം. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രേഷ്ഠമീ രാമായണം മോക്ഷമീ